നമസ്കാരം കുഞ്ഞുങ്ങളെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മൾ കഴിഞ്ഞ ദിവസം പനിനീർപ്പൂവ് എന്ന കവിതയായിരുന്നു പഠിച്ചതല്ലേ. ഇനി നമുക്ക് ഇന്നതിൻ്റെ അർത്ഥം നോക്കാം. എല്ലാവരും നന്നായിട്ട് കവിത വായിച്ചിട്ടില്ലേ? നമുക്ക് ആദ്യത്തെ 6 വരി നോക്കാം. ഞാനൊരു മാൺപെഴും ചെമ്പനീർപ്പൂവിനെ കാണവേ ചോദിച്ചേൻ ഇപ്രകാരം, പുഞ്ചിരി കൊള്ളുന്നതെന്തിനു പൂവേ നീ, നിൻചെറു ജീവിതം എത്ര മോശം, പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു, താഴത്തു നാളെയെന്ന് ഓർമ്മയില്ലേ. അതുവരെയുള്ള അർത്ഥം നോക്കാം. മനോഹരമായ ഒരു പനിനീർപ്പൂവിനെ കണ്ടപ്പോൾ കവി ആ പനിനീർപ്പൂവിനോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? പുഞ്ചിരി കൊള്ളുന്നത് എന്തിന് പൂവേ നീ, നീ എന്തിനാണിങ്ങനെ ചിരിക്കുന്നത്? നിൻ്റെ ചെറു ജീവിതം എത്ര മോശമാണ് നിൻ്റെ ഈ ചെറിയ ജീവിതം. നാളെ നീ ഈ മണ്ണിൽ വീണ് നശിച്ചു പോകുമെന്ന് നിനക്ക് അറിയില്ലേ എന്ന് കവി പനിനീർപ്പൂവിനോട് ചോദിക്കുകയാണ്. മാൺപെഴും എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മാൺപ് എന്ന് പറഞ്ഞാൽ ഭംഗി, മനോഹരം, അഴക് എന്നൊക്കെയാണ് മാൺപ് എന്നതിൻ്റെ അർത്ഥം. മാൺപെഴു എന്ന് പറഞ്ഞാൽ മനോഹരമായ ചെമ്പനീർപ്പൂവ് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത് പാഴുറ്റ. പാഴുറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യർത്ഥമായ, ഒന്നിനും കൊള്ളാത്ത. നമുക്ക് ഇനി അടുത്ത 6 വരി നോക്കിയാലോ. ഓതിയിൽ ഉത്തരമൊന്നും അച്ചോദ്യത്തിന് ആതങ്കമേശാത്തൊരാപ്രസൂനം, എന്തെറ്റു കാട്ടുവാൻ മേന്മേൽ വിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു, എന്തതിൻ താല്പര്യം എന്ന് ഞാൻ ചിന്തിച്ചേൻ, ബന്ധം മനസ്സിലായി അല്പമപ്പോൾ. അതുവരെയുള്ള അർത്ഥം നോക്കാം. തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഒരു ദുഃഖവുമില്ലാത്ത ആ പുഷ്പം ഒരു ഉത്തരവും കവിയുടെ ചോദ്യത്തിന് നൽകിയില്ല. പകരം എന്തു ചെയ്തു? എന്തെറ്റു കാട്ടുവാൻ മേന്മേൽ വിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു. കവിയുടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി തല വിലങ്ങനെ ആട്ടുക മാത്രമാണ് പുഷ്പം ചെയ്തത്. എന്താണ് അതിന് കാരണമെന്ന് ചിന്തിച്ചപ്പോൾ കവിക്ക് അതിൻ്റെ കാരണം മനസ്സിലായി. ഓതുക എന്താണ് അർത്ഥം? പറയുക. ഓതുക, പറയുക. ആതങ്കം, ദുഃഖം, സങ്കടം. പ്രസൂനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പൂമൊട്ട്. മേന്മേൽ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും. വിലങ്ങനെ എന്ന് പറഞ്ഞാൽ കുറുകെ. ബന്ധം, കാരണം. ബന്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്താണ്? കാരണം. ഇനി നമുക്ക് അടുത്ത 6 വരി നോക്കാം. തെറ്റെന്ന് വീണ്ടും പൂവിനോടോതിനേൻ, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ, നിന്നുടെ ജീവിതം മോശമെന്നല്ലേ ഞാൻ ചൊന്നതെന്നോമനെ മാപ്പു നൽകൂ, പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്ക് പാർക്കുകിലെന്തോന്ന് മീതെ ചൊൽവാൻ. അതുവരെയുള്ള അർത്ഥം നോക്കാം. പെട്ടെന്ന് ഞാൻ ആ പൂവിനോട് പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയി, ഞാനൊരു ബുദ്ധിഹീനനാണ്, നിൻ്റെ ജീവിതം മോശമാണ് എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് തെറ്റിപ്പോയി, ഞാൻ ഈ പറഞ്ഞതിന് എനിക്ക് മാപ്പ് നൽകൂ. അല്ലയോ പൂക്കളെ, നിങ്ങളെക്കാൾ മഹത്തരമായിട്ട് ഈ ഭൂമിയിൽ എന്താണ് ഉള്ളത് എന്ന് കവി ചോദിക്കുകയാണ്. എന്നിട്ട് താഴോട്ട് പറയുന്ന വരികളിൽ എന്താണ് പറയുന്നത്? ഈ പൂക്കളുടെ മഹത്വത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. തെറ്റെന്ന് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പെട്ടെന്ന്. ഓതുക, പറയുക. ചൊല്ലുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പറയുക എന്ന് തന്നെയാണ്. പാരിതിൽ, ഭൂമിയിൽ. പാർക്കുക, ചിന്തിക്കുക, വിചാരിക്കുക, ശ്രദ്ധിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇത്രയും ഭാഗം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. ഏതൊരു പാഴ്മണൽ കാട് താൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നീല, ഏതൊരു മാലിൽ താൻ മർത്യർക്ക് നിങ്ങളാൽ സ്ഫീതമാം ആനന്ദം വായിക്കുന്നില്ല, പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും. അതുവരെയുള്ള അർത്ഥം നോക്കാം. ഏതൊരു മരുഭൂമിയും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മനോഹരമായി തീരുന്നു. പാഴ്മണൽ കാടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമി. നന്ദനം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഉദ്യാനത്തിനെയാണ് നന്ദനം എന്ന് പറയുന്നത്. നന്ദിപ്പിക്കുന്നത് എന്നൊരർത്ഥവും അവിടെയുണ്ട്. എന്ന് വെച്ചാൽ സന്തോഷം നൽകുന്നത്. പൂതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധം. ഏതൊരു മരുഭൂമിയും പൂക്കളുടെ സാന്നിധ്യത്താൽ പരിശുദ്ധമായ സ്വർഗത്തിലെ ഉദ്യാനം പോലെ ആയിത്തീരുന്നു. അതുപോലെ പൂക്കളുടെ സാന്നിധ്യം എത്ര ദുഃഖത്തിലായിരിക്കുന്ന മനുഷ്യർക്കും ആനന്ദം നൽകുന്നു. മാല് ദുഃഖം, മർത്യർ മനുഷ്യർ, സ്ഫീതം വർദ്ധിച്ച, ആനന്ദം സന്തോഷം, വായിക്കുക ലഭിക്കുക. അടുത്തതെന്താണ് പൂവിൻ്റെ സവിശേഷത പറയുന്നത്? പാടുന്ന വണ്ടുകൾക്കൊപ്പം തെന്നലിലാടുന്ന നിങ്ങളെ ആർക്കാണ് മറക്കാൻ കഴിയുക എന്ന് കവി ചോദിക്കുന്നു.
അപ്പോൾ കാറ്റിൽ ആടി നിൽക്കുന്ന പൂവ്, അതിനെ ആർക്കും മറക്കാൻ കഴിയത്തില്ല അല്ലേ? അതൊരു കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ്. തെന്നൽ, കാറ്റ്. തെന്നലിൻ്റെ അർത്ഥം എന്താണ്? കാറ്റ്. ഇനി നമുക്ക് അടുത്ത 6 വരി നോക്കിയാലോ. ഘ്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നെ അന്തികത്തിൽ, തന്നറും തേൻ നിങ്ങളേകുന്നു ലോകത്തിൻ അന്നപൂർണേശ്വരി മാർഗണക്കെ, പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം, വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി. ഇത്രയത്തിൻ്റെ അർത്ഥം നോക്കാം. ഘ്രാണേന്ദ്രിയത്തിന് സാഫല്യം നൽകുന്നു എന്ന് വെച്ചാൽ എന്താണ്? പൂക്കളുടെ സുഗന്ധം മനുഷ്യർക്ക് സാഫല്യം നൽകുന്നതാണ് എന്നാണ് കവി പറയുന്നത്. ഘ്രാണേന്ദ്രിയം എന്ന് പറഞ്ഞാൽ മൂക്ക്, സാഫല്യം സംതൃപ്തി. അടുത്തത് എന്താണ്? നറുന്തേൻ നിങ്ങൾ ലോകത്തിന് നൽകുന്നതിലൂടെ അന്നപൂർണേശ്വരിയായി മാറുന്നു. പൂക്കൾ ആരാവുന്നു? അന്നപൂർണേശ്വരിയായി തീരുന്നു. അന്നപൂർണേശ്വരി എന്ന് പറയുന്നത് എന്താണ്? സുഭിക്ഷതയുടെ ദേവിയാണ് അന്നപൂർണേശ്വരി. അതാരാണ്? ദുർഗാദേവി. ദുർഗാദേവിയെ പോലെ ആയിത്തീരുന്നു ഈ പൂക്കൾ. തൻ്റെ മുൻപിൽ തേൻ നുകരാൻ വരുന്ന വണ്ടുകൾക്കും പൂമ്പാറ്റുകൾക്കും ഒക്കെ തേൻ നൽകുന്നതിലൂടെ ഈ പൂക്കൾ ആരായിത്തീരുന്നു? അന്നപൂർണേശ്വരിയായി തീരുന്നു എന്ന് കവി പറയുന്നു. അതുപോലെ പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം. നമ്മൾ ആ പൂക്കളെ തൊട്ട് കഴിഞ്ഞാൽ എന്തൊരു മാർദ്ദവമുള്ള, എത്ര മൃദുലമാണ് അതിൻ്റെ ഇതളുകൾ. അതുപോലെ വേണിയിൽ ചൂടിയാൽ എന്തൊരു ഭംഗി. പൂക്കൾ തലയിൽ ചൂടുമ്പോൾ അതിനും ഒരു ഭംഗിയാണ് അല്ലേ? അത് തലയിൽ ചൂടി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അന്തികത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അരികത്ത്, അടുത്ത്. അന്നപൂർണേശ്വരി സമൃദ്ധിയുടെ ദേവി. പാണി കയ്യ്, വേണി തലമുടി, മാർദ്ദവം മൃദുലം. അടുത്തത് ദേവനെ പൂജിക്കാം, വീരനെ ചാർത്തിക്കാം, പാവത്തിൻ മൗലിക്കും ഭൂഷയാകാം, കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങൾ ആയ നിങ്ങൾ. ഈ വരികളുടെ അർത്ഥം നമുക്ക് നോക്കിയാലോ. ദേവനെ പൂജിക്കാനും വീരന്മാർക്ക് അലങ്കാരമായി ചാർത്താനും സാധാരണക്കാരൻ്റെ ശിരസിനെ അലങ്കരിക്കാനും എല്ലാം പൂക്കൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പൂക്കൾ ഉപയോഗിക്കുന്നു അല്ലേ? അതുപോലെ വിവാഹ ആവശ്യങ്ങൾക്കും പൂക്കൾ ആവശ്യമാണ്. ഇങ്ങനെ എന്തെല്ലാം മംഗളകർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളിലെല്ലാം എന്താ ആവശ്യമായിട്ട് വരുന്നുണ്ട്? പൂക്കൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം എല്ലാ മംഗളകർമ്മങ്ങളിലും പൂക്കളുടെ സ്ഥാനം വളരെ വലുതാണ്. മംഗളത്തിൻ്റെ ഇരിപ്പിടമാണ് പൂക്കൾ എന്നാണ് കവി പറയുന്നത്. ഇത്രയും വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചു, അതുകൊണ്ട് എനിക്ക് മാപ്പ് തരൂ. അവസാനത്തെ വരികളൂടെ നമുക്ക് നോക്കാം. മന്നിനി മാഹാത്മ്യം നൽകുന്ന നിങ്ങളെ വിണ്ണിലെ പൈതങ്ങൾ ആരറിഞ്ഞു, പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ, പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ. എന്താണ് ഇവിടെ പറയുന്നത്? ഭൂമിയിൽ ഇത്രയും മാഹാത്മ്യം നൽകുന്ന നിങ്ങൾ ദേവന്മാരുടെ മക്കളാണ്, അതുകൊണ്ട് നിങ്ങൾക്കെൻ്റെ കൂപ്പുകൈ. ഭൂമിയിലെ ദേവതകളായ പൂക്കളോട് മാപ്പ് അപേക്ഷിക്കുകയാണ് കവി ചെയ്യുന്നത്. ആരെയും നിസ്സാരരായി കാണരുത്. ആരും നിസ്സാരരല്ല. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാകുമ്പോൾ അതിൻ്റെ ഭംഗിയും മാഹാത്മ്യവും വർദ്ധിക്കുന്നു എന്ന് കവി കവിതയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ കവിതയുടെ അർത്ഥം മനസ്സിലായല്ലോ. കവിത ഒരിക്കൽ കൂടി വായിച്ച് ഈ മീനിങ്ങും കൂടെ കേട്ട് നോക്കുക. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കവിതയാണിത്. നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.